പിന്നീട് വിശുദ്ധ കുരിശ് പേർഷ്യക്കാരുടെ കൈകളിൽ അകപ്പെട്ടു. പൗരസ്ത്യ റോമാ സാമ്രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ വിലപേശൽ വസ്തുവായി അവർ കുരിശിനെ ഉപയോഗിച്ചു. 630-ൽ ബൈസൈന്റൈൻ രാജാവായ ഹെരാക്ലിയൂസ് പേർഷ്യക്കെതിരെ വിജയം നേടി കുരിശ് വീണ്ടെടുത്തു. കുരിശിന്റെ ഒരു ഭാഗം ജെറുസലേമിൽ കാൽവരിയിൽ രാജാവ് തന്നെ പ്രതിഷ്ഠിച്ചു. ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 14-ാം തീയതി കത്തോലിക്ക സഭ വിശുദ്ധ കുരിശിന്റെ തിരുനാൾ അഥവാ ദി എക്സാൾട്ടേഷൻ ഓഫ് ദി ഹോളി ക്രോസ് ആഘോഷിക്കുന്നത്. അതുപോലെ കുരിശിന്റെ മറ്റൊരു ഭാഗം കോൺസ്റ്റാന്റിനോപ്പിളിൽ സൂക്ഷിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അറബികൾ ജെറുസലേം ആക്രമിക്കുകയും ഭരണം മുഹമ്മദീയരുടെ കൈകളിൽ ആവുകയും ചെയ്തു. 10-ാം നൂറ്റാണ്ട് വരെ യഥാർത്ഥ കുരിശിനെ ആരാധിക്കാൻ ധാരാളം വിശ്വാസികൾ വന്നിരുന്നു. പിന്നീട് ക്രിസ്ത്യാനികളുടെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ ഉൾപ്പെടെ അവർ പിടിച്ചടക്കാൻ തുടങ്ങി. ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഒരിക്കൽ കൂടി വിശുദ്ധ കുരിശ് അപ്രത്യക്ഷമായി. 90 വർഷങ്ങൾക്ക് ശേഷം 1999-ൽ വിശുദ്ധ നാടിനെ വിമോചിപ്പിക്കാനായി കുരിശ് യുദ്ധം ആരംഭിച്ചു. തൽഫലമായി കുരിശ് വീണ്ടും കണ്ടെടുത്തു. ഈ വിശുദ്ധ കുരിശിനെ തിരുക്കല്ലറയുടെ ബസിലിക്കയിൽ പുനർപ്രതിഷ്ഠിച്ചു. ഇത് പിന്നീട് ജെറുസലേമിലെ കുരിശ് യുദ്ധ സാമ്രാജ്യത്തിന്റെ പ്രതീകമായി.